വചനോദയം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ഇതെല്ലാം എവിടെ നിന്ന്? ഇവനു കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. വചന വിചിന്തനം. നസ്രത്തിലെ ജനങ്ങൾക്ക് യേശുവിനെ ചെറുപ്പം മുതലേ അറിയാം. അവനുമായുള്ള പരിചയം നിമിത്തം ഒരു അധ്യാപകനും രോഗശാന്തിയും എന്ന നിലയിലുള്ള അവൻ്റെ അധികാരം അംഗീകരിക്കാൻ അവർ പാടുപെട്ടു. അവരുടെ അവിശ്വാസം യേശു ആരാണെന്ന അവരുടെ മുൻധാരണകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഈ അവിശ്വാസം അവൻ്റെ യഥാർത്ഥ വ്യക്തിത്വവും ദൗത്യവും തിരിച്ചറിയുന്നതിൽ നിന്നും അവരെ അന്ധരാക്കി. പരിചിതത്വത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വെല്ലുവിളികളെക്കുറിച്ച് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. എതിർപ്പും അവിശ്വാസവും നേരിടുമ്പോഴും സുവിശേഷം പങ്കുവയ്ക്കുക എന്ന നമ്മുടെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മാതൃക തൻ്റെ ശിഷ്യന്മാരിലൂടെ തൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് തിരസ്കരണത്തോട് യേശു എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും ഇത് കാണിക്കുന്നു.